കരിപ്പൂരിൽ വിമാനം വൈകുന്നതിനെ തുടർന്ന് യാത്രക്കാരുടെ പ്രതിഷേധം. രാവിലെ 10:10 ബഹ്റൈനിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. സാങ്കേതിക തകരാറെന്നാണ് വിമാന കമ്പനി അധികൃതർ പറയുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ഷഹദ്, എന്താണ് ഇപ്പോൾ പകരം സംവിധാനമോ അല്ലെങ്കിൽ വിമാനം പുറപ്പെടുവാനുള്ള സാഹചര്യമോ ഒരുങ്ങിയിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് വിമാന കമ്പനി നൽകുന്ന വിശദാംശം എന്താണ്? രാവിലെ 10:10 കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഈ വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ വിമാനം പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം. പ്രത്യേകിച്ച് ഈ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും പലരും പല രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ രാവിലെയൊക്കെയുള്ള ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ പ്രയാസം യാത്രക്കാർ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ അവർക്കുള്ള ഭക്ഷണം മറ്റ് സാധനങ്ങളൊക്കെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. സാങ്കേതിക തകരാറാണ് എന്നുള്ളതാണ് നിലവിൽ ഔദ്യോഗികമായിട്ട് ഈ യാത്രക്കാരെ ഇവർ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആദ്യഘട്ടത്തിൽ വൈകിട്ട് 4 മണി അല്ലെങ്കിൽ 5 മണിയോടുകൂടി ഈ ഫ്ലൈറ്റ് പുറപ്പെടുമെന്ന് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്ത് ഫ്ലൈറ്റിന് പുറപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം സാങ്കേതിക തകരാർ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ വിവരം ലഭ്യമാകുമ്പോൾ 6:30 ഈ ഫ്ലൈറ്റ് പുറപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, കരിപ്പൂരിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള വിമാനമാണ് വൈകുന്നത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.